സ്മാർട്ട് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരീക്ഷകളിൽ PSC പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ബാറ്ററി? ബാറ്ററി എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസുകൾ എന്തായാലും ഉണ്ടായിരിക്കും. കെമിക്കൽ എനർജി, കുറെ കെമിക്കൽ സബ്സ്റ്റൻസുകൾ അതിലുണ്ടായിരിക്കും. ആ കെമിക്കൽ സബ്സ്റ്റൻസുകൾ അതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ നടന്ന് കുറെ കെമിക്കൽ ചേഞ്ചുകൾ നടന്നത് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസിലൂടെ നമുക്ക് വൈദ്യുതി കിട്ടണം. അങ്ങനെയുള്ള വൈദ്യുതി കിട്ടുന്നതായ കൊച്ചു കൊച്ചു ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് ബാറ്ററി. അത്രേ ഉള്ളൂ കണ്ടോ. ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി സെൽ എന്ന് പറയുന്നത് കൊച്ചു ക്ലാസ്സിൽ കേട്ടുള്ള പരിചയമാണ്. ബാറ്ററിയെ സംബന്ധിച്ച ഒരു വാക്കാണ് പ്രൈമറി സെൽ. പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ബാറ്ററികൾ കുറച്ചു കാലം ഉപയോഗിക്കുന്നു, എടുത്ത് കളയുന്നു. അങ്ങനെയുള്ള ബാറ്ററികളെ വിളിക്കുന്ന എല്ലാം കൂടെ കണക്ട് ചെയ്ത് പറയുന്ന മൊത്തത്തിലുള്ള പേരാണ് പ്രൈമറി സെൽ. അപ്പോൾ റീചാർജ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ദിവസം ഉപയോഗിക്കുന്ന എടുത്ത് കളയുന്നു അല്ലേ. നമ്മൾ വാച്ചിലും ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്നതായ ബാറ്ററികളുണ്ട്. അപ്പൊ അത് പിന്നെ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇതിലേ നിങ്ങൾ നോക്കൂ, ഞാൻ കുറച്ച് ബാറ്ററി കണ്ടുപിടിച്ച ആളുടെ പേര് നിങ്ങൾക്കറിയാം, അലക്സാണ്ടർ വോൾട്ടർ. ഒരു പ്രീവിയസ് ക്വസ്റ്റൻ. ബാറ്ററി കണ്ടുപിടിച്ചത് അലക്സാണ്ടർ വോൾട്ടർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാസവസ്തുക്കളുടെ പ്രവർത്തനപരമായിട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ വിളിക്കുന്ന പേരാണ് ഏത്? ബാറ്ററി. പക്ഷെ ഇതിന് നമുക്ക് ബാറ്ററി നല്ല പൊതുവെ അതിന് കെമിക്കലി കെമിസ്ട്രിയിൽ അതിന് പേരുണ്ട്. അതിന്റെ വ്യക്തമായ പേരാണ് ഏത്? ഗാൽവനിക് സെൽ. കേട്ടോ, ബാറ്ററിക്ക് നമ്മൾ ഗാൽവനിക് സെൽ എന്നാണ് കെമിസ്ട്രിയിൽ വിളിക്കുന്നത്. ഗാൽവനിക് സെൽ. അപ്പോൾ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായ ഉപകരണങ്ങളെ വിളിക്കുന്ന പേര് ഗാൽവനിക് സെൽ. ഗാൽവനിക് സെൽ കണ്ടുപിടിച്ചത് ആര് എന്ന ചോദ്യം PSC പരീക്ഷയിൽ ഞാൻ കണ്ടിട്ടില്ല. അതിന് ബാറ്ററി കണ്ടുപിടിച്ചത് ആരെന്നുള്ള ചോദ്യമാണ് കണ്ടിട്ടുള്ളത്, അലക്സാണ്ടർ വോൾട്ട. ബാറ്ററി നമ്മൾ ഗാൽവനിക് സെല്ലായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ചോദ്യങ്ങൾ കണ്ടല്ലോ. ബാറ്ററി കണ്ടുപിടിച്ചത് അലക്സാണ്ടർ വോൾട്ട. രാസ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളെ വിളിക്കുന്ന പേര് ഏത്? ഗാൽവനിക് സെൽ. ഇനി പ്രൈമറി സെൽ എന്ന് പറയുന്ന വിഭാഗം തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ കുറച്ചു കാലം ഉപയോഗിക്കുക, എടുത്ത് കളയുക, ബാറ്ററി എടുത്ത് കളയുക. അങ്ങനെയുള്ള ബാറ്ററികളായിട്ട് നമ്മൾ എന്താണ് വിളിക്കുന്നത്? പ്രൈമറി സെല്ലുമായിട്ടാണ് വിളിക്കുന്നത്. കാനോട്ട് ബി റീചാർജ്ഡ്. നമുക്ക് വീണ്ടും അത് റീചാർജ് ചെയ്ത് പിന്നെ ഉപയോഗിക്കാൻ സാധിക്കില്ല. സിംഗിൾ യൂസ് മാത്രമേ പറ്റൂ. എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നു, എടുത്ത് കളയുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ബാറ്ററികളെ പ്രൈമറി സെല്ലിന്റെ വിഭാഗത്തിൽ പെടുത്തിയിരിക്കും. ഏതൊക്കെയാണ് അങ്ങനെയുള്ള പ്രൈമറി സെല്ലുകളിൽ വരുന്നതായ ബാറ്ററികൾ? ബാറ്ററികൾ എന്ന് പറഞ്ഞാൽ ഡാനിയൽ സെൽ. പഴയ കാലഘട്ടത്തിൽ ഡാനിയൽ സെൽ ഉണ്ട്. അതിനൊക്കെ ഓരോ തവണയും ഓരോ വർഷം കഴിയുന്നതും ബാറ്ററികളുടെ പരീക്ഷണം നടത്തി വരികയല്ലേ അല്ലേ. ഇപ്പൊ വാഹനങ്ങളൊക്കെ തന്നെ ബാറ്ററികൾ ഉപയോഗിച്ച് തുടങ്ങിയല്ലോ അല്ലേ. അപ്പോൾ ഓരോ തവണ ബാറ്ററികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഡാനിയൽ സെൽ എന്നൊക്കെ വലിയ പ്രാധാന്യമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഡാനിയൽ സെല്ലൊക്കെ ഒരു തവണ ഉപയോഗിക്കുന്നു, കളയുന്നു. അതായത് പ്രൈമറി സെല്ലിന് ഉദാഹരണമാണ് ഡാനിയൽ സെൽ. മറ്റൊരു ഡ്രൈ സെൽ. ഡ്രൈ സെല്ല് നമ്മൾ പിന്നെ നല്ല പരിചയം, കാരണം നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ക്ലോക്കൊക്കെ പിന്നെ ബാറ്ററി തീരുമ്പോൾ മേടിക്കുന്നതിനൊക്കെ ഡ്രൈ സെല്ലാണ്. അപ്പൊ ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ്? ഡ്രൈ സെൽ ആണോ? ഡ്രൈ സെൽ. ക്ലിയർ ആയി. പിന്നെ അപ്പൊ എല്ലാത്തിന്റെ ഉപയോഗം വേണ്ട, ഡ്രൈ സെല്ലിന്റെ ഒരു ഉപയോഗമാണ്, പ്രധാനപ്പെട്ട ഉപയോഗമാണ്. ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ഏത്? ഡ്രൈ സെൽ. മറ്റൊന്ന് ഏതാ? മെർക്കുറി സെൽ. കേട്ടോ, ഞാൻ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. മെർക്കുറി സെൽ അതും എന്ത്? നമ്മൾ വാച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ഇത്, മെർക്കുറി സെൽ. മെർക്കുറി സെല്ലിന് മറ്റൊരു പേരുണ്ട്. മെർക്കുറി സെല്ലിന്റെ മറ്റൊരു പേരാണ് ഏത്? ബട്ടൺ സെൽ. താഴെ പറയുന്നവയിൽ ബട്ടൺ സെൽ എന്നറിയപ്പെടുന്ന പിന്നെ സെൽ ഏതാണ്? ഏത്? മെർക്കുറി സെൽ. മെർക്കുറി സെല്ലിന്റെ ഉപയോഗം എന്താണ്? വാച്ചുകളിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ഡ്രൈ സെല്ലാണ്. പിന്നെ അപ്പോ പ്രൈമറി സെല്ലിന് പിന്നെ ഉദാഹരണം ഏതൊക്കെയാണ്? ഡാനിയൽ സെല്ല്, ഡ്രൈ സെൽ. പിന്നെ ഏത് പറഞ്ഞു? മെർക്കുറി സെൽ. ഓക്കെ, മെർക്കുറി സെൽ. അതിന്റെ ഉപയോഗം എന്താണ്? വാച്ചുകളിൽ ഉപയോഗിക്കുന്നു. പിന്നെ നിക്കൽ കാഡ്മിയം സെല്ല് എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് വരുത്തേണ്ട ഇതിനകത്ത് വരുത്തേണ്ട കാര്യമില്ല. ലിഥിയം അയോൺ സെല്ലും പ്രൈമറി സെല്ലിൽ വരുത്തേണ്ട കാര്യമില്ല. അപ്പൊ ഒരു കാര്യം വ്യക്തമായില്ലേ? നിക്കൽ കാഡ്മിയം സെല്ല്, ലിഥിയം അയോൺ സെല്ല്, പിന്നെ ലെഡ് സ്റ്റോറേജ് സെല്ല്. കണ്ടോ, ഏതൊക്കെയാണ്? ലെഡ് സ്റ്റോറേജ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്, ലിഥിയം അയോൺ സെല്ല്. ഈ മൂന്ന് സെല്ലുകളെ വിളിക്കുന്നത് സെക്കൻഡറി സെൽ എന്നാണ്. എന്താ കാര്യം? നിക്കൽ കാഡ്മിയം സെല്ലുകൾ നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള പഴയ ബാറ്ററി പിന്നെ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഈ നമ്മുടെ ടോർച്ച്, വേറെ ബ്രൈറ്റ് ടോർച്ചിനകത്തൊക്കെ നിക്കൽ കാഡ്മിയം സെല്ലാണ്. വീണ്ടും അത് റീചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ലിഥിയം അയോൺ സെല്ല്, നിങ്ങൾക്കറിയാം, മൊബൈൽ ഫോൺ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. വീണ്ടും അതിനകത്തുള്ള ബാറ്ററി വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ലിഥിയം അയോൺ സെൽ വീണ്ടും റീചാർജ് ചെയ്യാം. നിക്കൽ കാഡ്മിയം സെല്ല് പിന്നെ ടോർച്ച്, വലിയ ടോർച്ചുകളിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അത് കൂടുതൽ കാലം റീചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി വാഹനങ്ങളിലൊക്കെ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ചോദ്യങ്ങൾ നോക്കൂ. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ഏത്? ലെഡ് സ്റ്റോറേജ് സെൽ. അല്ലെങ്കിൽ ലെഡ് സ്റ്റോറേജ്
ബാറ്ററി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു. അതായത് ലെഡ് സ്റ്റോറേജ് ബാറ്ററി വീണ്ടും റീചാർജ് ചെയ്യാം, നിക്കൽ കാഡ്മിയം സെല്ല് വീണ്ടും റീചാർജ് ചെയ്യാം, ലിഥിയം അയോൺ സെല്ല് വീണ്ടും റീചാർജ് ചെയ്യാം. അങ്ങനെയുള്ള സെല്ലുകളെയൊക്കെ പൊതുവെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സെൽ. ശരിക്കും പറഞ്ഞാൽ പ്രൈമറി സെല്ലുകളെ കനോട്ട് ബി റീചാർജ്, നമുക്ക് പിന്നെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അത് ഒരു തവണ ഉപയോഗിക്കുന്നു, എടുത്ത് കളയുന്നു. അങ്ങനെയുള്ള പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണമാണ് ഡാനിയൽ സെൽ, ഡ്രൈ സെൽ, മെർക്കുറി സെൽ. പിന്നെ വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതായ സെല്ലുകൾക്ക് ഉദാഹരണങ്ങളാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം സെല്ല്, ലിഥിയം അയോൺ സെല്ല്. ഇനി ചോദ്യങ്ങൾ നോക്കിക്കോളൂ. ഉപയോഗങ്ങൾ അല്ലേ? ഡ്രൈ സെല്ലിന്റെ ഉപയോഗം എന്താണ്? ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് ഡ്രൈ സെൽ. അതുപോലെ മെർക്കുറി സെല്ല് പിന്നെ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാച്ചുകളിലാണ് മെർക്കുറി സെല്ല് ഉപയോഗിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡറി സെല്ലുകളിൽ വരുന്നതായ ലെഡ് സ്റ്റോറേജ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്, ലിഥിയം അയോൺ സെല്ലിനകത്ത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി കണ്ടോ, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ എന്ന് പറയുന്നത് അതിനകത്ത് 6 സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ 6 സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ 6 ലെഡ് സ്റ്റോറേജ് സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഒരു ലെഡ് സ്റ്റോറേജ് സെല്ലിന്റെ വോൾട്ടേജ് ആണ് 2 വോൾട്ടേജ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. എന്നാൽ അത് 6 സെല്ല് കൂടെ ചേർന്ന്, അതായത് 6 ലെഡ് സ്റ്റോറേജ് സെല്ലുകൾ ചേർന്ന് ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആകുമ്പോൾ അതിന്റെ വോൾട്ടേജ് എത്ര വരും? 12 വോൾട്ട്. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അതിനകത്ത് ഒരു ലിക്വിഡ് ഉപയോഗിക്കുന്നുണ്ട്. ആ ലിക്വിഡ് ആണ് ഏത്? സൾഫ്യൂരിക് ആസിഡ്. കണ്ടോ, സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്. പിന്നെ നിക്കൽ കാഡ്മിയം സെല്ലിന്റെ ഉപയോഗം നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ല. ലിഥിയം അയോൺ സെല്ലിന്റെ ഉപയോഗം പ്രത്യേകം പഠിച്ചോണം. അത് മൊബൈൽ ഫോണുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന പിന്നെ സെല്ലിന്റെ പേരാണ് ഏത്? ലിഥിയം അയോൺ സെൽ. അപ്പോൾ പ്രൈമറി സെല്ലുകളെന്നും സെക്കൻഡറി സെല്ലുകളെന്നും നമ്മൾ ഇത്തരത്തിലുള്ള ബാറ്ററികളെ തരംതിരിച്ച് വെക്കാറുണ്ട്. പ്രൈമറി സെല്ലുകൾ കുറച്ചു കാലം ഉപയോഗിക്കുന്നു, എടുത്ത് കളയുന്നു. സെക്കൻഡറി സെല്ലുകൾ അതല്ല, കുറെ കാലം ഉപയോഗിക്കാം, പക്ഷെ റീചാർജ് ചെയ്ത് കുറെ കാലം ഉപയോഗിക്കാം. അങ്ങനെയുള്ള സെല്ലുകളെയാണ് സെക്കൻഡറി സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. സെക്കൻഡറി സെല്ലുകൾക്ക് ഉദാഹരണമാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം സെല്ല്, ലിഥിയം അയോൺ സെല്ല്. കുറെ എണ്ണത്തിന്റെ പേര് സെല്ലുകൾ എന്നാണ് പറഞ്ഞത്. ഒരെണ്ണത്തിൽ നിന്ന് മാത്രം നമ്മൾ ബാറ്ററി എന്ന് മിക്സ് ചെയ്ത് പറഞ്ഞു. ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ പ്രത്യേകത പറയുന്നത് അതിനകത്ത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിക്കകത്ത് 6 ലെഡ് സ്റ്റോറേജ് സെല്ലുകൾ ഉൾപ്പെടുത്തിയിരിക്കും. ഒരു ലെഡ് സ്റ്റോറേജ് സെല്ലിന്റെ വോൾട്ടേജ് എപ്പോഴും 2 വോൾട്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെ 2 വോൾട്ട് ഉള്ള ലെഡ് സ്റ്റോറേജ് സെല്ലുകൾ 6 ചേർന്ന് വരുമ്പോൾ അത് ബാറ്ററിയാണ്, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. അപ്പൊ വോൾട്ടേജ് എത്ര വരും? 12 വോൾട്ടേജ്. അതിനകത്തൊരു ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നു. ബാറ്ററികളിൽ ഇലക്ട്രോലൈറ്റുകൾ ഉപയോഗിക്കുന്നു. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഒരുപാട് പിന്നെ കെമിക്കൽസ് റിയാക്ഷൻസ് നടക്കുന്നതായ ലിക്വിഡുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഉപയോഗിക്കുന്ന ലിക്വിഡിന്റെ പേരാണ് ഏത്? സൾഫ്യൂരിക് ആസിഡ്. ഇലക്ട്രോലൈറ്റിന്റെ പേര് സൾഫ്യൂരിക് ആസിഡ്. ഇതിന്റെ വോൾട്ടേജുകൾ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഡാനിയൽ സെല്ലിന്റെ വോൾട്ടേജ് 1.1 ആണ്. ഡ്രൈ സെല്ലിന്റെ വോൾട്ടേജ് 1.5 ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. 1.5 ആണ്. മെർക്കുറി സെല്ലിന്റെ വോൾട്ടേജ് 1.35 ആണ്. പ്രത്യേകം പഠിച്ചോണം. മെർക്കുറി സെല്ലിന്റെ മറ്റൊരു പേരാണ് ബട്ടൺ സെല്ല്. നിക്കൽ കാഡ്മിയം സെല്ലിന്റെ ഉപയോഗം വേണ്ട, പക്ഷെ നിക്കൽ കാഡ്മിയം സെല്ലിന്റെ വോൾട്ടേജ് അറിയണം. 1.4 ആണ്. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ലിഥിയം അയോൺ സെൽ. ലിഥിയം അയോൺ സെല്ലിന്റെ വോൾട്ടേജ് 3.7 പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഡാനിയൽ സെല്ലിന്റെ ചോദിച്ചിട്ടുണ്ട്. ഡ്രൈ സെല്ലിന്റെ വോൾട്ടേജ് 1.5 പ്രീവിയസ് ക്വസ്റ്റ്യൻ. ലെഡ് സ്റ്റോറേജ് സെല്ലിന്റെ ഒരു സെല്ലിന്റെ വോൾട്ടേജ് 2 വോൾട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ വോൾട്ടേജ് 12 വോൾട്ട് അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബാറ്ററിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പരീക്ഷകൾക്ക് ധാരാളം വന്നിട്ടുണ്ട്. അന്ന് നോട്ട് ചെയ്ത് പഠിച്ചോണം. ഇത്രയാണ് ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം. നോക്കൂ, ബാറ്ററിയിൽ നിങ്ങൾക്ക് സംശയം വരുന്ന ഒരു ഭാഗം റാങ്ക് ഫയലുകളിൽ ഏതാണ്ട് മിഡിൽ ഭാഗത്താണ്, കെമിസ്ട്രിയുടെ മിഡിൽ ഭാഗത്തായിട്ടാണ് ഈ ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. മിക്കവാറും എല്ലാ റാങ്ക് ഫയലുകളും മിക്കവാറും മിഡിൽ ഭാഗത്തായിട്ട്, കെമിസ്ട്രി ടോപ്പിക്കിന്റെ മിഡിൽ ഭാഗത്തായിട്ട് ബാറ്ററിയെ കുറിച്ച് പറയുന്നത്. അവിടെ അവർ പറയുന്നത് ഗാൽവനിക് സെല്ലാണ്. ഗാൽവനിക് സെൽ ഉണ്ടോ? ഗാൽവനിക് സെൽ. അതിനൊരു നല്ലൊരു ഉദാഹരണമാണ് ഏത്? ഡാനിയൽ സെൽ അല്ലേ? ഡാനിയൽ സെൽ. ഒരു ഡാനിയൽ സെല്ലിന്റെ ആനോഡ് എന്ത്? സിങ്ക്. കാതോട് കോപ്പർ. കാണാതെ പഠിച്ചോണം. ഡാനിയൽ സെല്ലിന്റെ ആനോഡ് എപ്പോഴും സിങ്ക് ആയിരിക്കും, കാതോട് എപ്പോഴും കോപ്പർ ആയിരിക്കും. അതുപോലെ ഡ്രൈ സെല്ലിന്റെ ആനോഡ് എപ്പോഴും സിങ്ക് ആയിരിക്കും, കാതോട് കാർബൺ ആയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഡ്രൈ സെല്ലിന്റെ ആനോഡ് എപ്പോഴും സിങ്ക്, കാതോട് എപ്പോഴും കാർബൺ. പ്രീവിയസ് ക്വസ്റ്റ്യൻ.
അതുപോലെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ആനോഡ് ഏത്? ലെഡ്. കാഥോഡ് ലെഡ് ഓക്സൈഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ ലോഹം ഏത്? ലെഡ്. ഇവിടെയൊക്കെ ഇലക്ട്രോലൈറ്റിന്റെ പേര് ഓർക്കണം. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ് ഏതാ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഏത്? സൾഫ്യൂരിക് ആസിഡ്. ഡ്രൈ സൈഡിലെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിന്റെ പേര് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് അത് പഠിച്ചു. ബാക്കി എല്ലാത്തിന്റെയും വേണ്ട, എല്ലാത്തിന്റെയും ഇലക്ട്രോലൈറ്റുകൾ വേണ്ട. ഒന്നുകൂടി പറയാം. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഉപകരണത്തിന്റെ പേരാണ് ബാറ്ററി, അതായത് ഗാൽവാനിക് സെൽ. പിന്നെ ബാറ്ററി കണ്ടുപിടിച്ചതായി ബാറ്ററി ഗാൽവാനിക് സെൽ എന്നൊക്കെ പറയും. ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ പലതരത്തിൽ മാറി മാറി വരുമ്പോൾ ഞാൻ ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായ ഉപകരണങ്ങൾ വിളിക്കുന്ന പേരാണ് ഗാൽവാനിക് സെൽ. അതാണ് ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററി കണ്ടുപിടിച്ചതാര്? അലക്സാണ്ടർ വോൾട്ട. ഗാൽവാനിക് സെൽ കണ്ടുപിടിച്ചതായിരുന്നു ചോദ്യമൊന്നും തന്നെ ഇല്ല. ബാറ്ററി കണ്ടുപിടിച്ചത് അലക്സാണ്ടർ വോൾട്ട. പിന്നെ ബാറ്ററികളിൽ കുറച്ചെണ്ണത്തിന് റീചാർജ് ചെയ്യാൻ, കുറെ എണ്ണത്തിന് ഒരു തവണ ഉപയോഗിക്കുന്നു, എടുത്ത് കളയുന്നു. ഒരു തവണ ഉപയോഗിക്കുന്നു, കുറച്ച് ദിവസം ഉപയോഗിക്കുന്നു, എടുത്ത് കളയുന്നു. അങ്ങനെയുള്ള ബാറ്ററികളെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സെല്ലുകൾ. പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണങ്ങളൊക്കെ ഡാനിയൽ സെല്ല്, ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ലുകളൊക്കെ പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണമാണ്. അതിന്റെ വോൾട്ടേജുകൾ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. വോൾട്ടേജുകൾ പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് പോകണം. പരീക്ഷയ്ക്ക് വന്ന വോൾട്ടേജുകളാണ് ഞാൻ എഴുതിയത്. പിന്നെ സെക്കൻഡറി സെല്ലുകൾ, അത് കുറച്ചു കാലം റീചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതിന് ഉദാഹരണങ്ങളാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം സെല്ല്, ലിഥിയം അയോൺ സെല്ല്. ലിഥിയം അയോൺ സെല്ലിന്റെ ഉപയോഗം പ്രത്യേകം ഓർത്തോണം, മൊബൈൽ ഫോൺ. പിന്നെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ഉപയോഗം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു എന്ന് ഓർക്കുക. പിന്നെ കൂടാതെ ആനോഡും കാഥോഡും അറിയുക. എല്ലാത്തിന്റെ ആനോഡും കാഥോഡും അറിയണ്ട, കുറച്ച് എണ്ണത്തിന്റെ അറിയണം. പ്രധാനമായിട്ടും ഡാനിയൽ സെല്ലിന്റെ ആനോഡും കാഥോഡും അറിയണം. അതുപോലെ തന്നെ ഡ്രൈ സെല്ലിലെ ആനോഡും കാഥോഡും അറിയണം. അതുപോലെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ആനോഡും കാഥോഡും അറിയണം. ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു ഡ്രൈ സെല്ലിന്റെ നെഗറ്റീവ് ഇലക്ട്രോഡ് ഏത്? ഉണ്ടോ? അപ്പൊ അറിയണം. അപ്പൊ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നത് എന്താണെന്ന്. എപ്പോഴും ഒരു സെല്ലിന്റെ നെഗറ്റീവ് ഇലക്ട്രോഡ് എപ്പോഴും ആനോഡാണെന്ന് പഠിച്ചു തുടങ്ങി. വെരി കെയർഫുൾ. ഒരു ബാറ്ററിയുമായി കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഒരു സെല്ലിന്റെ നെഗറ്റീവ് ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് ആനോഡ്. അപ്പൊ ആനോഡ് ഏതാ? ഡ്രൈ സെല്ലിന്റെ ആനോഡ് ഏതാ? അത് നമ്മൾ പഠിച്ചല്ലോ, ഏത്? സിങ്ക്. കണ്ടോ? അതുപോലെ ഒരു സെല്ലിന്റെ പോസിറ്റീവ് ഇലക്ട്രോഡ് ഏത്? അതായത് ഡ്രൈ സെല്ലിന്റെ പോസിറ്റീവ് ഇലക്ട്രോഡ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ അറിയണമെങ്കിൽ ഒരു ഡ്രൈ സെല്ലിന്റെ പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ പൊതുവെ വിളിക്കുന്ന പേരറിയണം. പൊതുവെ വിളിക്കുന്ന പേരെന്തുവാ? കാഥോഡ്. കണ്ടോ? കാഥോഡ്. ഡ്രൈ സെല്ലിന്റെ പോസിറ്റീവ് ഇലക്ട്രോഡ് കാഥോഡ് എന്ന് പഠിച്ചല്ലോ. ഏതാണ് ഡ്രൈ സെല്ലിന്റെ കാഥോഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? കാർബൺ. അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നെഗറ്റീവ് ഇലക്ട്രോഡാണ് ഏത്? ആനോഡ്. ആനോഡ് ഏതാണ്? കാണാൻ പഠിച്ചിരിക്കുന്നത് ഏത്? സിങ്ക്. ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പോസിറ്റീവ് ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് ഏത്? കാഥോഡ്. അപ്പൊ ഡ്രൈ സെല്ലിന്റെ കാഥോഡ് ഏതായിരിക്കും? എപ്പോഴും കാർബൺ. അപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇത് നെഗറ്റീവ് ഇലക്ട്രോണും പോസിറ്റീവ് ഇലക്ട്രോണും എന്ന് പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഇലക്ട്രോണിനെ ആനോഡെന്നും എന്തുകൊണ്ടാണ് ഒരു സെല്ലിന്റെ പോസിറ്റീവ് ഇലക്ട്രോണിനെ കാഥോഡെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പഠിക്കുന്നത് ബേസിക് നോളജ് ആണ് ഞാൻ ഇപ്പോൾ എഴുതുന്നത്. സിങ്കിനെ എടുത്ത് സിങ്ക് സൾഫേറ്റിലും കോപ്പറിനെ എടുത്ത് കോപ്പർ സൾഫേറ്റിലേക്ക് താഴ്ത്തുന്നു. ഉണ്ടോ? താഴ്ത്തുന്നു. ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കുന്നു. ഈ കണക്ഷൻ ഇപ്പൊ ഞാൻ ഇപ്പോൾ ഇട്ട കണക്ഷന്റെ പേരാണ് സാൾട്ട് ബ്രിഡ്ജ്. സാൾട്ട് ബ്രിഡ്ജ്. സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്, ഒരു സെല്ലുകളിൽ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത് അതിന്റെ ന്യൂട്രാലിറ്റി നിലനിർത്താൻ വേണ്ടിയാണ്. അങ്ങനെ കണക്ഷൻ കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഒരു ഡിസ്കണക്ഷൻ അതിനകത്തുണ്ട്. അത് കൃത്യമായിട്ട് ഇലക്ട്രിസിറ്റി കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവിനെ വിളിക്കുന്ന പേരാണ് സാൾട്ട് ബ്രിഡ്ജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ന്യൂട്രാലിറ്റി. ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ന്യൂട്രാലിറ്റി നിലനിർത്താൻ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിന്റെ പേരുണ്ട് സാൾട്ട് ബ്രിഡ്ജ്. ഓക്കെ. അപ്പൊ ഞാനിവിടെ സിങ്ക് എടുത്ത് സിങ്ക് സൾഫേറ്റിൽ താഴ്ത്തി, കോപ്പർ എടുത്ത് കോപ്പർ സൾഫേറ്റിൽ താഴ്ത്തി. ഈ ഭാഗത്തെ എന്ത് വിളിക്കും? ആനോഡ് എന്ന് വിളിക്കും. ഞാൻ പറഞ്ഞല്ലോ, അപ്പുറത്തെ ഭാഗത്ത് എന്ത് വിളിക്കും? കാഥോഡ് എന്ന് വിളിക്കും. കാഥോഡ് എന്ന് വിളിക്കും. ഇതൊരു ജനറൽ ആയിട്ട് എഴുതുന്ന കാര്യമാണ്. അപ്പൊ ഇവിടുന്ന് എന്താ സംഭവിക്കുന്നത്? ഇവിടുന്ന് ഇലക്ട്രോണുകൾ ഇങ്ങനെ കടന്നു വരികയാണ് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോണുകൾ ഉണ്ടോ ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നെഗറ്റീവ് ചാർജ് ഈ ഭാഗത്താണ് കൂടുതൽ. അതുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ് ഭാഗമായി ഈ ഭാഗത്ത് എന്ന് വിളിക്കും? നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കും. കണ്ടോ? അപ്പോ നെഗറ്റീവ് ചാർജ് ഇവിടുന്ന് വരുന്നത് കൊണ്ടാണ് ആനോഡിന്റെ നെഗറ്റീവ് ഇലക്ട്രോഡ് ഒരു സെല്ലിന് നെഗറ്റീവ് ഇലക്ട്രോഡ് എന്തായി പോയത്? ആനോഡായി പോയത്. അപ്പൊ സ്വാഭാവികമായിട്ട് അപ്പുറത്ത് എന്തും കൊടുക്കും? പോസിറ്റീവ് ഇലക്ട്രോഡ് എന്തായി മാറി? കാഥോഡായിട്ട് മാറിയെന്ന് പ്രത്യേകം കൊടുക്കുക. അതുകൊണ്ടാണ് സെല്ലിന്റെ നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതായിട്ട് മാറുന്നത്? ആനോഡ്
പോസിറ്റീവ് ഇലക്ട്രോൺ എന്തായിട്ട് മാറുന്നു? കാഥോഡ്. ഇനി എടുത്ത് പഠിക്കുന്നു ഡ്രൈ സെല്ലിന്റെ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും എപ്പോഴും? നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എപ്പോഴും ഏതായിരിക്കും? ആനോഡായിരിക്കും അല്ലേ? ആനോഡ്. അതിന് വ്യക്തമായി പേര് പഠിച്ചിട്ടുണ്ടല്ലോ. ഡ്രൈ സെല്ലിന്റെ നെഗറ്റീവ് ഇലക്ട്രോഡ് ആയ ആനോഡ് എപ്പോഴും ഏതായിരിക്കും? സിങ്ക് ആയിരിക്കും. ഉണ്ടോ? സിങ്ക് ആയിരിക്കും. ഇത് ഇവിടെ ഞാൻ സിങ്കും കോപ്പർ ഉപയോഗിച്ചത് ജനറൽ ആയിട്ട് ഒരു സെല്ലിന്റെ ഒരു കെമിക്കൽ പ്രോസസ്സ് കാണിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ സിങ്കും കോപ്പറും ഉപയോഗിച്ചത്. അതുപോലെ ഒരു ഡ്രൈ സെല്ലിന്റെ പോസിറ്റീവ് ഇലക്ട്രോൺ പൊതുവെ വിളിക്കുന്ന പേരെന്താ? കാഥോഡ്. അതെപ്പോഴും എന്തായിരിക്കും? ഒരു ഡ്രൈ സെല്ലിന്റെ പോസിറ്റീവ് ഇലക്ട്രോൺ എന്തായിരിക്കും? എപ്പോഴും എന്തായിരിക്കും? കാർബൺ ആയിരിക്കും. ഒരു സെല്ലുകളെ സംബന്ധിച്ചിടത്തോളം വെരി കെയർഫുൾ. ഒരു സെല്ലിന്റെ നെഗറ്റീവ് ഇലക്ട്രോഡ് ആണ് ആനോഡ്. ഡ്രൈ സെല്ലിന്റെ ആനോഡ് സിങ്ക്. ഒരു സെല്ലിന്റെ പോസിറ്റീവ് ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് കാഥോഡ്. അങ്ങനെയാണെങ്കിൽ ഡ്രൈ സെല്ലിന്റെ കാഥോഡ് ഏതാണ്? കാർബൺ. സംശയം തീർന്നു വിശ്വസിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.